ചിത്രപൗർണമി ഉത്സവത്തിന്റെ ഭാഗമായി മംഗളാദേവി ക്ഷേത്രത്തിൽ ഭക്തജന തിരക്ക്. ഉച്ചവരെ 15,000 പേർ ക്ഷേത്രത്തിലെത്തി. 2 മണിവരെ മാത്രമേ പെരിയാർ സങ്കേതത്തിനകത്ത് ക്ഷേത്രത്തിലേക്ക് പ്രവേശനം ഉള്ളൂ. വർഷത്തിൽ ഒരിക്കൽ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി മാത്രമാണ് ഭക്തജനങ്ങൾക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശനം അനുവദിക്കുകയുള്ളൂ. മംഗളാദേവി ഉത്സവത്തിൻ്റെ ഭാഗമായ ആദ്യ മണിക്കൂറുകളിൽ തന്നെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നു. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നുമുള്ള ഭക്തരാണ് പ്രധാനമായും മംഗളാദേവി ക്ഷേത്രത്തിൽ എത്തുന്നത്. വർഷത്തിൽ ഒരിക്കൽ മാത്രം ചിത്ര പൗർണമി ദിവസം മാത്രമാണ് ഇങ്ങോട്ടേക്ക് തീർത്ഥാടകർക്ക് പ്രവേശനം അനുവദിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് ആദ്യ മണിക്കൂറുകളിൽ തന്നെ അനുഭവപ്പെടുന്നു. രാവിലെ ഏതാണ്ട് ആദ്യ 4 മണിക്കൂറിൽ 15,000-ഓളം ഭക്തർ മംഗളാദേവിയിലേക്ക് എത്തി എന്നുള്ളതാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് വരിക. പീരുമേട് ബുദ്ധിമുട്ടില്ല, അത് സുഖമായിരുന്നു. കാലാവസ്ഥ നമുക്ക് അനുകൂലം വരുന്നല്ലോ. വണ്ടി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അവർ പറഞ്ഞ് നടന്നു പോകാന്ന് പറഞ്ഞ് വന്നു. பார்க்குற வியூ தான், ஒவ்வொரு வியூமே பார்க்குறப்ப உங்களுக்கு செழிப்பு எதுவுமே தெரியாது. வண்டி வந்து சிறப்பாக பண்ணியிருந்தாங்க, நல்லா அருமையாக பண்ணியிருந்தாங்க. ஸ்பெசிலிட்டி எல்லாம் நல்லா இருக்குது, நல்லா பண்ணியிருக்காங்க. വലിയ ജാഗ്രതയോടെയാണ് ഈ ഉത്സവം നടക്കുന്നത്. കാരണം കാലാവസ്ഥയാണ് പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന് പറയുന്നത്. മഴ പെയ്യാൻ സാധ്യതയുണ്ട്. മഴ പെയ്താൽ ഇടിയോടുകൂടിക്കുള്ള മഴയ്ക്കാണ് സാധ്യത. ഈ ഭാഗത്ത് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ തീർത്ഥാടകരെ ഇങ്ങോട്ടേക്ക് കയറ്റിവിടുന്നത് നിയന്ത്രിക്കും. അതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് തീർത്ഥാടകരെ എത്രയും പെട്ടെന്ന് താഴേക്ക് എത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും എന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. சாமி பார்க்கலைங்களே, இது வரைக்கும் கொஞ்சம் நல்லா இருந்திருக்கு. பரவாயில்ல, നല്ല ക്രമീകരണങ്ങളായിരുന്നു. രാവിലെ അല്പം ബുദ്ധിമുട്ട് വന്നത് കുമളിയിൽ നിന്ന് ഇങ്ങോട്ട് പുറപ്പെടാനായിട്ട് ജീപ്പ് നോക്കി നിന്നപ്പോഴത്തേക്ക് ഒരു 5,000-ഓളം പേരുണ്ടായിരുന്നു. അപ്പോൾ ഒരു 2 മണിക്കൂറെങ്കിലും എടുത്തെങ്കിലും ജീപ്പ് കിട്ടുമെന്ന് തോന്നിയിടത്തോളം നടക്കുമായിരുന്നുള്ളത്. ക്ഷേത്രത്തിൽ 2 തരത്തിലുള്ള പൂജകളാണ് നടക്കുന്നത്. ഒരു കോവിലിൽ മലയാള ആചാരപ്രകാരവും മറ്റൊരിടത്ത് തമിഴ് ആചാരപ്രകാരവുമായിട്ടുള്ള പൂജകളാണ് നടക്കുന്നത്. നല്ല ചിട്ടവട്ടത്തോടു കൂടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റ് എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നു. അതിരാവിലെ തന്നെയുള്ള സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് തന്നെ മഹാഗണപതി ഹോമം കഴിഞ്ഞു. 2 ആലയങ്ങളിലെയും മേൽശാന്തിമാരെ വിളിച്ചിരുത്തി കലശം പൂജിച്ച് 2 ആടി ഒരേ ഏകീകരണ സ്വഭാവത്തോടു കൂടി പോകാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. അതിന്നും തുടരുന്നുണ്ട്. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി വേഗത്തിൽ ഭക്തരെ ദർശനം പൂർത്തിയാക്കി മലയിറക്കാനുള്ള ശ്രമമാണ് ജില്ലാ ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മംഗളാദേവിയിൽ നിന്നും വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയിനസ് രാജു, മാതൃഭൂമി ന്യൂസ്.